പോണത് പാലക്കാട്ടേക്കാണ് കേട്ടോ. കുറേ നാളുകൊണ്ട് മനസ്സിൽ കൊണ്ടു കിടന്നതാണ് പാലക്കാട് കൊല്ലങ്കോട് കാണണമെന്ന്. അങ്ങനെ ഒരു സൺഡേ വണ്ടി എടുത്ത് നേരെ തൃശ്ശൂരിൽ നിന്നൊരു പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ പാലക്കാട്ടേക്ക് വിട്ടു. ശരിക്കും അതിശയമൊന്നും തന്നെ പറയാം കേട്ടോ. ആദ്യം തുടങ്ങിയ സമയത്ത് കുറച്ച് വരൾച്ചയുള്ള സ്ഥലവും ഭയങ്കര ചൂടുള്ള സ്ഥലമായിട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ സൈനാകെ മാറിയിട്ടോ. രണ്ട് സൈഡ് നെൽപ്പാടം, അതും വിളഞ്ഞു നിൽക്കണ നെല്ല്. ശരിക്കും ഞാൻ ഇത്ര ഭംഗിയായിട്ട് നെൽപ്പില്ല് കാണുന്നത് ഇവിടെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ആൾക്കാർ നെല്ല് കാണുന്നത് വളരെ റെയറായിട്ടാണ്. എൻ്റെ ലൈഫിൽ ഞാൻ നെല്ല് കാണുന്നത് ഫസ്റ്റ് ടൈം ആലപ്പുഴ വന്നിട്ടാട്ടോ. ആലപ്പുഴ പഠിക്കണ സമയത്താണ് ഞാൻ കുട്ടനാട് പോയിട്ട് നെല്ല് കാണുന്നത്. അതിനുശേഷം പിന്നെ തൃശ്ശൂർ കണ്ടു, പിന്നെ ദേ ഇപ്പോൾ പാലക്കാട്. ആ നെൽക്കതിറൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അയ്യപ്പൻ ഹോംലി മീൽസിലേക്ക്. ഇത് ഒരു സെലിബ്രിറ്റി ഫുഡിങ് സ്പോട്ടാണ് കേട്ടോ. വിനീത് ശ്രീനിവാസൻ, സുരാജ് വെഞ്ഞാർമൂഴ്, കല്യാണി പ്രിയദർശൻ, പ്രണവ് മോഹൻലാലൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ളൊരു സ്പോട്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് കുടിലിടം കാണാൻ പോയി കേട്ടോ. ഇവിടെ വരുന്നവർ പ്രധാനമായിട്ട് കാണാൻ പോകുന്ന സ്ഥലമാണ് കുടിലിടം. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 20 രൂപയാണ്. എൻട്രി ഫീസ് കൊടുത്ത് അകത്ത് കയറിയാലേ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും കേട്ടോ. എന്ത് ഭംഗിയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ സെറ്റിട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞാൻ അതിശയത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ കാക്കക്കുയിൽ സിനിമയാണോ, മോഹൻലാലിൻ്റെയും നമ്മുടെ നെടുമുടി വേണുവിൻ്റെയൊക്കെ ഒരു പടം ഉണ്ടല്ലോ, അതിലൊക്കെ കാണുന്ന അതേ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കതിരൊക്കെ ഇത് ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടുള്ളതല്ല കേട്ടോ. കതിര് കുറേ ഭാഗത്ത് നല്ല വിളഞ്ഞ് നിൽപ്പുണ്ട്, കുറേ നേരത്ത് നല്ല പച്ച കതിറായിട്ട് തന്നെ നിൽപ്പുണ്ട്, പിന്നെ കുറേ ബ്രൗൺ കളറുണ്ട്. ഇതൊരു പ്രത്യേകതരം ഇതാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നു. നല്ല ഉച്ച സമയത്തായിട്ടോ പോയത്, നല്ല ചൂടുണ്ട്. നമ്മൾ പറയില്ലേ നട്ടുച്ച നേരത്ത് നട്ടപ്ര വെയിലുള്ള നട്ടപ്രാന്തുള്ള ആൾക്കാർ പോയി എന്ന്, ശരിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ അവരിടയ്ക്ക് കുറച്ച് ടെൻറ്റ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടെൻറ്റിലൊക്കെ കയറി ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചയെ കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഒരു ഏറുമാട ഉണ്ടായിരുന്നു കേട്ടോ. ആ ഏറുമാടത്തിൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറുക. ശരിക്കും നല്ല വഴുക്കലുണ്ട്, മുള കൊണ്ടാണ്. നമ്മുടെ ചെരുപ്പ് ഇട്ടിട്ട് കയറുമ്പോൾ സ്ലിപ്പാവും കേട്ടോ. ആരെങ്കിലും കയറുവാണെങ്കിൽ സൂക്ഷിച്ച് കയറുക. ഞാനും എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഈ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പോവുകയാണേ. ഇവിടെ കയറിയിരുന്ന സമയം പോകുന്നറിയില്ല. ഏകദേശം 4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ കുറേ സിനിമകളിൽ ലൊക്കേഷനായിട്ടുള്ള പല്ലശ്ശേരിയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാണാൻ പോയിട്ടോ. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. ഈ കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് ആയാസമൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റുന്ന ഒരു കുന്ന് കേട്ടോ. പക്ഷെ ഇവിടെ എത്തിപ്പെട്ടാനുള്ള വഴി കുറച്ച് പാടാണ്. കാരണം ഒരു വണ്ടിക്ക് കഷ്ടിച്ചൊരു കാറിന് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഈശ്വരനെ വിളിച്ചോളണം ഓപ്പോസിറ്റ് വണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് നേരെ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്തപ്പോൾ എനിക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ തോന്നി. പിന്നെ അധികം അവിടെ നിൽക്കണ്ട, തൃശ്ശൂർക്ക് വരാൻ തന്നെ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ എൻ്റെ ഫേവറേറ്റ് ഒരു ഫുഡ് സ്പോട്ടിൽ കയറി കാപ്പിയും അതുപോലെ തന്നെ നമ്മുടെ വടയും ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നവരെ ബൈ.